വീട് നിർമ്മിക്കുമ്പോൾ ധാരാളം വായുവും വെളിച്ചവും കടക്കുന്ന രീതിയിൽ നിർമ്മിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ നമ്മുടെ വീടിനുള്ളിൽ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുള്ളൂ. ഇത്തരത്തിലുള്ള ഒരു വീട് നിർമ്മിക്കാൻ നിങ്ങൾക്കും സാധിക്കട്ടെ. മൈ ഹോമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പലപ്പോഴും ഒരു ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. സ്പേസിൻ്റെ കാര്യമാണെങ്കിലും നേച്ചറായിട്ടുള്ളൊരു ഇൻറ്ററാക്ഷൻ ആണെങ്കിലും അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഒരു വീടിന് കിട്ടേണ്ട പല സൗകര്യങ്ങളും നമുക്ക് ഫ്ലാറ്റിലേക്ക് കടക്കുമ്പോൾ കിട്ടാതെ വരാറുണ്ട്. എന്നാൽ ഇത്തരം ചാലഞ്ചസിനെയെല്ലാം ഓവർകം ചെയ്ത ഒരു ഫ്ലാറ്റാണ് നിങ്ങളിന്ന് മൈ ഹോമിലൂടെ കാണാൻ പോകുന്നത്. കോതമംഗലം ചേലാടുള്ള മിസ്റ്റർ ബോബി പോളിൻ്റെ ഫ്ലാറ്റാണ് നിങ്ങളിന്ന് മൈ ഹോമിലൂടെ കാണാൻ പോകുന്നത്. ഈ ഫ്ലാറ്റിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ച് പറഞ്ഞു തരുന്നതിന് വേണ്ടി കോൺസെപ്റ്റ് ഡിസൈൻ സ്റ്റുഡിയോയുടെ ചീഫ് ഡിസൈനറും ഓണറുമായ ഷിൻഡോ വർഗീസ് നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫ്ലാറ്റിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഷിൻഡോയോട് ചോദിക്കാം. ഹലോ ഷിൻഡോ, വെൽക്കം ടു മൈ ഹോം. ഷിൻഡോ, ഒരു ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ സ്പേസിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് ഫെസിലിറ്റീസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു ലിമിറ്റേഷൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാൽ ഇവിടെ കടന്നു വരുമ്പോൾ ഒരു വീടിൻ്റെ ഒരു ആംബിയൻസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു വീടിന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലാറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ ഷിൻഡോയുടെ മനസ്സിൽ ഒരു വീടിൻ്റെ ആംബിയൻസ് വേണം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാ ഫ്ലാറ്റിനും ഉണ്ടാവാറുള്ള ലിമിറ്റേഷൻസ് ഈ ഫ്ലാറ്റിനുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഈ ബിൽഡറും ഈ ഫ്ലാറ്റിൻ്റെ ഓണറും ഒരാൾ തന്നെ ആയതുകൊണ്ട് നമുക്ക് എന്ത് ലിമിറ്റേഷൻസിനെയും ഓവർകം ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു. അപ്പോൾ സത്യത്തിൽ ഇത് രണ്ട് ഇൻഡിവിജ്വൽ ഫ്ലാറ്റ് തന്നെയായിരുന്നു. പിന്നീടുള്ള ഡിസ്കഷൻസിലാണ് നമ്മളിതൊരു വീട് എന്നൊരു കൺസെപ്റ്റിലേക്ക് ആക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ കുറേ ഓൾട്രേഷൻസ് വരുത്തിയത്. ഇത് ജസ്റ്റ് നമുക്കൊരു സൂപ്പർ സ്ട്രക്ചർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ബിൽഡിങ്ങിൻ്റെ. അതിനുശേഷമാണ് നമ്മൾ ഇതിനൊരു പെൻറ്റ് ഹൗസാക്കി മാറ്റിയത്. കാരണം ഒരു സൈഡിലേക്ക് ഉണ്ടായിരുന്നൊരു വോള് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് നമ്മളവിടെ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ ഉണ്ടാക്കി. അതിൽ നിന്ന് നമ്മൾ കുറച്ച് ഒരു ക്യാൻറ്റിലിവർ സ്റ്റെയറൊക്കെ ഉണ്ടാക്കി മുകളിലേക്ക് പ്രൊവിഷൻ കൊടുത്തു. അപ്പോൾ ഒരു 2 നില വീടിൻ്റെ ഉള്ള സെറ്റപ്പ് ആക്കി. അപ്പോൾ താഴെ ഉണ്ടായിരുന്ന റൂംസിൻ്റെ മുകളിലുണ്ടായിരുന്ന ഡൈനിങ് റൂം അതൊക്കെ നമ്മൾ ഇതിൻ്റെ ലിവിങ് റൂം പോലെ കൺവേർട്ട് ചെയ്തു. അങ്ങനെ വീടിൻ്റേതായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ഇതിനകത്ത് സ്ട്രക്ചർ വൈസ് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഈ ടോട്ടൽ ഇൻറ്റീരിയറിൽ ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്? ഇത് 2 ഇൻഡിവിജ്വൽ ഫ്ലാറ്റ് ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഇത് ഡ്രോയിങ് റൂം, ലിവിങ് റൂം, ഡൈനിങ് റൂം എല്ലാം കൂടി ഈ ഒരു ഏരിയ തന്നെയായിരുന്നു. നമ്മൾ 2 ആക്കി കഴിഞ്ഞപ്പോൾ ലിവിങ് റൂം സെപ്പറേറ്റ് ആക്കി, ലിവിങ് റൂം ഒരു ഹോം തിയേറ്റർ ഒക്കെ ആയിട്ട് സെപ്പറേറ്റ് ആക്കി മുകളിലാക്കി. ഇപ്പോൾ ഇതൊരു ഡ്രോയിങ് റൂം. ആ ഡ്രോയിങ് റൂമിനെ നമ്മൾ കുറച്ചുകൂടി എൻലാർജ് ചെയ്തു. അവിടുന്ന് ഡൈനിങ് റൂം. അപ്പോൾ ഇവിടുന്ന് ഇരിക്കുമ്പോൾ ഡ്രോയിങ് റൂം, ഡൈനിങ് റൂം സൈഡിലൊരു പാഷ്യോ ഉണ്ട്. ആ ഒരു ഏരിയയിലേക്ക് ഓപ്പൺ ആക്കി ആണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കിച്ചൻ്റെ വോളൊക്കെ ഒന്ന് ഓപ്പൺ അപ്പ് ചെയ്ത് കിച്ചനും ഓപ്പൺ കിച്ചനാക്കി. അപ്പോൾ ഇത്രയും ഏരിയ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ടോട്ടൽ ഒറ്റ കോമൺ ഏരിയയിൽ തന്നെ വരും. ഇതിപ്പോൾ ഡബിൾ ഹൈറ്റ് ആണ് നമ്മുടെ ആ സ്റ്റെയറിൻ്റെ ഏരിയ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിൻ്റെയും ഒരു കുറച്ച് ഏരിയ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ ബേസിക്. എന്നാൽ പ്രൈവസിക്കൊന്നും ഒരു കോട്ടം വരുത്താത്ത വിധത്തിൽ തന്നെ നമ്മൾ ആ ബെഡ്റൂംസൊക്കെ പ്രൈവറ്റായിട്ട് തന്നെ എൻട്രൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കോമൺ ഏരിയ നമുക്ക് ബെഡ്റൂംസ് ഒന്നും വിസിബിൾ അല്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ ഫോയർ മുതൽ കയറി വരുമ്പോൾ ഫോയറിൻ്റെ ഇപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്നത് നമുക്കൊരു ഷൂറാക്കാണത്. അതൊരു ടിപ്പിക്കൽ ഷൂറാക്കെന്ന് ഫീൽ ചെയ്യാത്ത വിധത്തിൽ നമ്മളൊരു സ്റ്റോറേജ് എന്നുള്ള കൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വോളിനെ ഹൈലൈറ്റ് ചെയ്യാൻ ഒരുപാട് എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ എലമെൻറ്റ്സ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മളൊരു നാച്ചുറൽ സ്റ്റോൺ ക്ലാഡിംഗ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ നമ്മളൊരു ഇൻഡയറക്റ്റ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. വോളിലൊരു 3 വോൾ ഫ്രെയിംസും കൊടുത്തിട്ടുണ്ട്. അതേ ഉള്ളൂ ആ ഒരു ഏരിയയിലുള്ളത്. കൂടുതൽ ബഹളം ഫീൽ ചെയ്യിക്കാതിരിക്കുക എന്നുള്ളതാണ് കൺസെപ്റ്റ്. പിന്നെ നമ്മൾ ഫ്ലോറിങ്ങിന് യൂസ് ചെയ്തിട്ടുള്ളത് മോസ്റ്റ് ഓഫ് ദ ഏരിയ വൈറ്റ് തന്നെയാണ്. അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനും ബ്രേക്ക് ചെയ്യാൻ വേണ്ടി അത് ഗ്ലോസി വൈറ്റാണ് ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്യാനും ടോട്ടലി ഇതിനൊരു കോൺട്രാസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രേ കളർ മാറ്റ് ഫിനിഷ് ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാം സ്പേസർ വെച്ച് ജോയിൻ ഫിൽ ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് അപ്പോക്സി ഫിൽ ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഫർണിച്ചറൊക്കെ നമ്മൾ കസ്റ്റമൈസ്ഡ് തന്നെയായിരുന്നു. ഈ ഫർണിച്ചറെല്ലാം നമ്മൾ റെഡിമെയ്ഡ് ഹാൻഡ് പിക്ക് ചെയ്തതായിരുന്നു. ഇതൊക്കെ കസ്റ്റമൈസ്ഡ് തന്നെയാണ്. അപ്പോൾ മോർ ഓഫ് വൈറ്റ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കളറായിട്ടൊന്നും നമ്മൾ അധികം യൂസ് ചെയ്തിട്ടില്ല. ആകെ ഒരു റൂമിൽ മാത്രമേ കുറച്ചൊരു കളറായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി നമ്മൾ ചെയ്തിട്ടുള്ള എലമെൻറ്റ്സ് കൊണ്ട് ഉണ്ടാകുന്ന കളേഴ്സ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഷിൻഡോ, ഒരു ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ സ്പേസ് തന്നെ ആയിരിക്കും. അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, എങ്ങനെ സ്പേഷ്യസ് ആക്കണം എന്നുള്ള കാര്യം. അപ്പോൾ ഒരു ഡിസൈനർ എന്ന രീതിയിൽ ഒരു ഫ്ലാറ്റ് സ്പേഷ്യസ് ആക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോൾ ഈ ഒരു എൽ ഷേപ്പ് സീറ്റ് തന്നെ ഇതിനെന്ന് പറഞ്ഞാൽ നമുക്ക് സോഫയായിട്ട് നമ്മൾ ഇത് മാത്രമേ ഗ്രൗണ്ട് ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ ഒരു എൽ ഷേപ്പ് സോഫയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ആളുടെ സൈസ് അനുസരിച്ച് എത്ര പേർക്ക് വേണമെങ്കിലും ഇരിക്കാം. മറ്റേതൊരു 2 സീറ്ററും സിംഗിൾ സീറ്ററൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സീറ്ററിൽ 2 പേരെ ഇരിക്കുള്ളൂ, സിംഗിൾ സീറ്ററിൽ ഒരാളെ ഇരിക്കുള്ളൂ. ഇതാകുമ്പോൾ ഇരിക്കുന്ന ആളുടെ വലിപ്പം അനുസരിച്ച് ആളുകൾക്ക് ഇരിക്കാം.
പിന്നെ നമുക്ക് ഇത് തന്നെ സോഫ കൺസെപ്റ്റ് തന്നെ അവിടേക്ക് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അവിടെ കുറച്ച് തിക്കൽ ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്നൊരു കോൺട്രാസ്റ്റ് എന്നുള്ള ലെവൽ, ഒരു ചേഞ്ച് എന്നുള്ള ലെവൽ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് വേറൊരു സീറ്റിംഗ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതൊരു ലോസ് ചെയർ, 2 ഡിസൈനർ ചെയർ ആയിട്ടുള്ള സീറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചെയറിലിരിക്കാൻ പ്രിഫർ ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ള സീറ്റിങ്ങിലേക്കും പോവാം. ഇവിടെ ഇരിക്കാൻ സോഫയുടെ ആ കംഫർട്ട് വേണ്ടവർക്ക് അങ്ങനെ ഇതിലും പോവാം. എന്നാൽ ടോട്ടലി നമുക്കൊരു ബ്രേക്കും ഫീൽ ചെയ്യും, അത്രയും ബൾക്ക്നെസ് ഇവിടെ ഫീൽ ചെയ്യില്ല. അപ്പോൾ ടോട്ടലി നമ്മൾ ഫർണിച്ചർ ചൂസ് ചെയ്യുമ്പോൾ കസ്റ്റമൈസ്ഡ് ആക്കണതായിരിക്കും എപ്പോഴും ഫ്ലാറ്റിന് നല്ലത്. ഫ്ലാറ്റിൻ്റെ ഷിൻഡോ, അപ്പോൾ ഈ ഡൈനിങ് ഏരിയ നോക്കുകയാണെങ്കിൽ ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്നതിനായിട്ട് ഒരുപാട് ഷോ പീസസോ അല്ലെങ്കിൽ ക്യൂരിയോസൊന്നും ഒരുപാട് യൂസ് ചെയ്തിട്ടില്ല. അത് ആക്ച്വലി നമ്മുടെ ആ ഡ്രോയിങ് റൂം, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഡ്രോയിങ് റൂമിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്, ആ കോമൺ സ്പേസിൽ വരുന്ന ഏരിയ തന്നെയാണ് ഈ ഏരിയയും. ഇവിടെ നിന്നാണ് നമ്മുടെ ഒരു പാഷ്യോയിലേക്കും ഒരു ഓപ്പൺ കിച്ചണിലേക്കും ഉള്ള അതിൻ്റെ ഒരു സെൻറ്റർ പീസ് ഓഫ് അട്രാക്ഷനാണ് ഈ പറഞ്ഞ ഡൈനിങ് ടേബിൾ. ഇത് നമ്മളൊരു ടിപ്പിക്കൽ ഡൈനിങ് ടേബിൾ എന്നുള്ള ഒരു രീതിയിലല്ല നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരു GIയുടെ ഫ്രെയിം വർക്ക് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഡൈനിങ് ടേബിളിൻ്റെ ഫ്രെയിം ചെയ്തിട്ടുള്ളത്, ലെഗ്സ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ടോപ്പിൽ നമ്മൾ സോളിഡ് വുഡ് തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്, വീഞ്ഞ വുഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു അതിൻ്റെ കണ്ടിന്യൂഷനിൽ തന്നെയാണ് നമ്മളിവിടുത്തെ ബെഞ്ചും ചെയ്തിട്ടുള്ളത്. ആ ബെഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ആ സൈഡിൽ നമ്മൾ 3 ചെയറും ഈ സൈഡിൽ ഒരു ലോങ് ബെഞ്ചായിട്ടാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്കുള്ള വ്യൂ ബ്ലോക്ക് ആവാതിരിക്കാനും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഹെവിനെസ് ഫീൽ ചെയ്യിക്കാതിരിക്കാനും വേണ്ടിയിട്ട് മാക്സിമം ലൈറ്റായിട്ട് തന്നെയാണ് ഇതിനെ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ആ എഡ്ജിൽ പോലെ നമുക്ക് ആ ഹെവിനെസ് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി ആ സൈഡിലേക്ക് ഒന്ന് ഷാംഫർ ചെയ്തിട്ടൊക്കെ കൊടുത്ത് ആ രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വലിയ കോസ്റ്റിലും വന്നിട്ടുള്ള ഒരു ടേബിൾ അല്ല അത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇടയ്ക്ക് ചേഞ്ച് ചെയ്യണമെങ്കിലുള്ള ഓപ്ഷനും കൂടി ഇട്ടിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി ഏരിയ ഇപ്പോൾ ഇതിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ബാക്കി ഏരിയയിലായാലും നമ്മളിപ്പോൾ ആ TV യൂണിറ്റ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു വോള് ഫുൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് ഇറ്റാലിയൻ മാർബിളിൻ്റെ ഡിസൈനിലുള്ള ഒരു പാനൽ വെച്ചിട്ടാണ് ആ ഒരു ഫുൾ വോള് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ടിപ്പിക്കൽ TV യൂണിറ്റ് ആയിട്ടല്ലാതെ പിന്നെ അതിന് ജസ്റ്റ് താഴത്ത് അതിൻ്റെ സെറ്റപ്പ് ബോക്സും ബാക്കി ആംപ്ലിഫയറൊക്കെ വെക്കാനുള്ള ഒരു യൂണിറ്റ് മാത്രമേ താഴ്ത്ത് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ഹൈലൈറ്റ് ചെയ്ത വോളിലാണ് നമ്മൾ ആ TV പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുമാതിരി തന്നെ നമ്മുടെ ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഡൈനിങ്ങിൻ്റെ വാഷ് കൗണ്ടറാണത്. അപ്പോൾ ഡ്രോയിങ് റൂമിൽ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് വിസിബിലിറ്റി ഉള്ളതാണത്. അപ്പോൾ നമ്മളൊരു ടിപ്പിക്കൽ വാഷ് കൗണ്ടർ ബോക്സ് ചെയ്തിട്ടുള്ള വാഷ് കൗണ്ടർ സെറ്റപ്പ് കൊടുക്കാതെ അതും ഈ ഹെവിനെസ് ഫീൽ ചെയ്യിക്കാതിരിക്കാൻ വേണ്ടി, കാരണം സൈഡിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബോക്സ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അത് തോന്നാതിരിക്കാൻ വേണ്ടി ഒരു വുഡൻ പ്ലാങ്കും അതിൻ്റെ ആ വോള് ഫുള്ളായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ് അത് ചെയ്തിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഈ ഓപ്പൺ കിച്ചൻ്റെ കൗണ്ടർ, ഈ പാൻട്രി കൗണ്ടർ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു ഏരിയ ആയിട്ട് മെർജ് ചെയ്യേണ്ടത് പോകുന്ന വിധത്തിൽ തന്നെ ആ ഒരു വൈറ്റ് തീം തന്നെയാണ് അവയ്ക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇതും നേരത്തെ പറഞ്ഞ ഒരു ഇറ്റാലിയൻ മാർബിൾ ഡിസൈനിലുള്ള ഒരു ഫൈബർ ബോർഡാണ് നമ്മൾ അതിൻ്റെ അടിയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതിനൊരു ഇൻഡയറക്റ്റ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് മുകളിൽ വിനീർ ഫിനിഷാണ് അതിൻ്റെ സീലിംഗ് വന്നിട്ടുള്ളത്. ഒരു സസ്പെൻഡഡ് ലെഡ്ജ് പോലെ നിന്നിട്ട് അതിനകത്തു നിന്നാണ് നമ്മളൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ സൈഡാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ അപ്പുറത്തെ സൈഡിൽ വരുന്നൊരു ഓവനും കാര്യങ്ങളൊക്കെ ആ സൈഡിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിസിബിലിറ്റി ബ്ലോക്ക് ചെയ്യാനായിട്ട് അവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തു. അപ്പോൾ ഒരു ടിപ്പിക്കൽ പാർട്ടീഷനായിട്ട് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി പല അളവിലുള്ള വെർട്ടിക്കൽ റാഫ്റ്റേഴ്സാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. അത് പ്ലൈവുഡ് വിത്ത് വെനീർ ഫിനിഷാണത്. ഇത് കിച്ചൺ കംപ്ലീറ്റ് നമ്മൾ മൾട്ടിവുഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ വൈറ്റ് ഫിനിഷ് കാണുന്നത് കൊറിയൻ ടോപ്പ് വെച്ചിട്ടാണ് ഫുൾ വൈറ്റ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇത്രയും സംഭവങ്ങൾ നമുക്കിവിടെ വരുന്നതുകൊണ്ട് തന്നെ ഇനി അവിടെ ഒരു വലിയൊരു പ്ലെയറായിട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വളരെ ലൈറ്റായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മളാ ഒരു കോവ് ലൈറ്റിനകത്തു നിന്നാണ് അവിടുത്തെ മെയിൻ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ആ ലൈറ്റ് സൈഡിലേക്ക് ഒരുപാട് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ സൈഡിലൊരു പാർട്ടീഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. അത് വിനീർ ഫിനിഷാണ്.
അതിന് രണ്ടിനും ഇൻഡയറക്റ്റ് ലൈറ്റ് വന്നിട്ട് ആ ഇൻഡയറക്റ്റ് ലൈറ്റും പിന്നെ നമ്മൾ ഡയറക്റ്റ് ലൈറ്റ് സീലിംഗിൽ നിന്ന് അതിലേക്ക് ഒരു ഫോക്കസ്ഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ലെഡ്ജ് എത്രത്തോളം സിമ്പിളാക്കാൻ പറ്റുമോ അത്രത്തോളം സിമ്പിളാക്കണമെന്ന് ക്ലയൻറ്റിൻ്റെയും ഒരു റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഷിൻഡോ പറഞ്ഞല്ലോ ഇപ്പോൾ ഇവിടെ കുറേ മോഡിഫിക്കേഷൻസ് വരുത്തിയെന്ന്. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തതാണോ? നമുക്ക് ആക്ച്വലി അങ്ങനെ ഒരു ഏരിയ ഒരു ടിപ്പിക്കൽ ബാൽക്കണി സ്പേസ് തന്നെയായിരുന്നു അത്. അപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം നമ്മൾ ഒരാളുടെ ലൈഫ് സ്റ്റൈലും കൂടി നോക്കിയിട്ടാണ് നമ്മൾ ഓരോ ഏരിയയും ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നമുക്കൊരു ഗ്രീനറി കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഗ്രീനറി കൊടുത്താൽ എത്രത്തോളം പുള്ളിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കൺസേൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അധികം മെയിൻ്റനൻസ് വേണ്ടാത്ത രീതിയിലൊരു ഗ്രീനറി നമ്മളവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ടോട്ടലി ഒരു റസ്റ്റിക് ഫിനിഷിലാണ് നമ്മൾ ആ ഒരു ഏരിയ ട്രീറ്റ് ചെയ്തേക്കുന്നത്. ഫ്ലോർ ആയാലും വോളായാലും വോളിൽ നമ്മളൊരു സിമെൻറ്റ് ഫിനിഷ് ടെക്സ്ചർ യൂസ് ചെയ്തിട്ടുണ്ട്. അതിലാണ് നമ്മൾ ആ പ്ലാന്റ്സ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. കാരണം അവിടെ നിന്ന് നനയ്ക്കുമ്പോൾ എന്തെങ്കിലും പൂപ്പൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സിമെൻറ്റ് ഫിനിഷ് ടെക്സ്ചർ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് എടുത്ത് കാണില്ല. പിന്നെ അതിൻ്റെ സൈഡിലൊരു റസ്റ്റിക് രീതിയിലുള്ള എക്സ്പോസ്ഡ് ബ്രിക്കാണ് അവിടെ ടെക്സ്ചർ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മളൊരു ഊഞ്ഞാൽ പോലെ ഒരു ആൻറ്റിക് ഫിനിഷിലുള്ള ചെയിൻ ഇട്ടിട്ട് വുഡൻ പ്ലാങ്ക് വെച്ചിട്ട് ഈ വുഡ് അപ്പോൾ ഈ സ്റ്റെയർ തന്നെ ഒരു ഡിസൈനിങ് എലമെൻ്റ് ആക്കിയിട്ടാണല്ലേ ചെയ്തിരിക്കുന്നത്? അതെ, മെയിൻ ഡോറിൽ നിന്ന് വിസിബിലിറ്റി ഉള്ളതുകൊണ്ടും പിന്നെ ഒരു കോമൺ ഏരിയയുടെ തന്നെ ഒരു ബ്യൂട്ടി സ്പോട്ട് ആയതുകൊണ്ടും സ്റ്റെയറിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അതിനെ ഒരുപാട് ഡിസൈൻ ചെയ്തെന്നുള്ള രീതിയിൽ ഫീൽ ചെയ്യിക്കാത്ത വിധത്തിൽ നമ്മളതിനെ ഒരു ക്യാൻഡിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ 2 ഇൻഡിവിജ്വൽ ഫ്ലാറ്റിനെ ഒറ്റയാക്കിയതാണ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റെയർ കൂടി ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്തതാണ് ഈ സ്റ്റെയർ. അപ്പോൾ നമ്മൾ MS വെച്ചിട്ട് അതിൻ്റെ ഫ്രെയിം വർക്ക് ഫാബ്രിക്കേറ്റ് ചെയ്ത് ഇതിനകത്ത് ഇൻസർട്ട് ചെയ്തിട്ട് നമുക്കതിൻ്റെ വുഡ് വെച്ചിട്ടാണ് അതിൻ്റെ ഫുൾ കവർ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ സൈഡിൽ ഹാൻഡ് റെയിൽസ് നമ്മൾ സ്റ്റീൽ വിത്ത് ടഫൻ ഗ്ലാസ് ആണ് ഹാൻഡ് റെയിൽസ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി. ഇത് നമുക്ക് ക്യാൻഡിലിവർ സ്റ്റെയർ ആണ്, സസ്പെൻഡഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീൽ വരും. അപ്പോൾ അവിടെ നിന്ന് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു വുഡൻ പ്ലാങ്ക്സ് മാത്രം ഇങ്ങനെ നിൽക്കുന്ന രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് നോക്കിയാൽ ഇത് ഒരു സിമെൻറ്റ് ഫിനിഷ് ടെക്സ്ചറാണിത്. ഇതൊരു ഡബിൾ ഹൈറ്റിലേക്ക് നമ്മൾ ഇട്ടേക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നോക്കുമ്പോൾ ആ ഒരു വോളിന് വലിയൊരു ഏരിയ ഫീൽ ചെയ്യും. പിന്നെ ആ ഒരു സിമെൻറ്റ് നമ്മുടെ ആ ഒരു ഗ്രേ കളർ ഫ്ലോറും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന നിലയ്ക്ക് ആ ഒരു വൈറ്റ് ഫ്ലോറിൻ്റെയും വൈറ്റ് വോളിൻ്റെയും ഒരു ബ്രേക്ക് എന്ന നിലയ്ക്കാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഇതിനൊന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ടൊരു ഫോർഹെഡ് LED ലൈറ്റ് ഉണ്ട് അതിനകത്ത്. പിന്നെ നമ്മുടെ ഈ ഹാൻഡ് റെയിൽ കയറി ചെല്ലുന്ന ഈ ഒരു ഡബിൾ ഹൈറ്റ് ഏരിയയിലാണ് നമ്മുടെ ഈ ഹാങ്ങിങ് ലൈറ്റ്സ് നമ്മുടെ ഒരു ടിപ്പിക്കൽ ഒരു ഷാൻഡിയർ ലൈറ്റ് കൺസെപ്റ്റ് കൊടുക്കാതെ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള LED ലൈറ്റ്സ് തന്നെ വെച്ചിട്ട് അതൊരു പാറ്റേൺ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ഒരു ഗുണമുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു യുണീക്നെസ് ഇവിടെ കിട്ടുകയും ചെയ്യും. എന്നാൽ അത്ര ഹെവി ആയിട്ട് ഇരിക്കില്ല. എന്തെങ്കിലും ഒരെണ്ണത്തിൻ്റെ ബൾബിന് എന്തെങ്കിലും ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാം. മറ്റേതിൻ്റെ അത്രയും പ്രൈസും വരില്ല, അത്രയും ഹെവിനെസ്സും നമുക്ക് ഫീൽ ചെയ്യില്ല. അതാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ നമ്മൾ ആ ഒരു ലൈറ്റിൻ്റെ പാറ്റേൺ ഉൾപ്പെടെ ഡിസൈൻ ചെയ്തിട്ടാണ് ടോട്ടൽ ഡബിൾ ഹൈറ്റിലേക്ക് അവിടെ നിന്ന് ഇത് ഒരു കണക്ഷൻ, ഇതൊരു കണക്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ ആ സൈഡിലുണ്ടായിരുന്ന ഒരു പില്ലറും ഡയറക്റ്റ് മുകളിലേക്ക് കണക്ഷൻ എന്നുള്ള ലെവലിൽ ഈ സൈഡിലെല്ലാം നമ്മൾ ഡബിൾ ഹൈറ്റിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഈ അപ്പർ ലിവിങ്ങിലേക്ക് വരുമ്പോൾ മറ്റ് ഏരിയാസിൽ നിന്നൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളർ സ്കീമാണല്ലേ കൊണ്ടുവന്നിരിക്കുന്നത്? താഴെ കുറച്ചുകൂടി ഫോർമൽ ടൈപ്പിലായിരുന്നു. മുകളിലേക്ക് വരുമ്പോൾ എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ഈ ഒരു ഏരിയ എൻ്റർടൈൻമെൻറ്റ് ഏരിയ എന്നൊരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ഏരിയനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ സൈഡിൽ നമുക്കൊരു ഡെഡിക്കേറ്റഡ് ഹോം തിയേറ്റർ ഉണ്ട്. ഇതൊരു അപ്പർ ലിവിങ് ഏരിയ. ആ സൈഡിൽ നമുക്കൊരു ബാറും ഒരു ബാൽക്കണിയൊക്കെ ആയിട്ടുള്ള ഏരിയ ഉണ്ട്.
പിന്നെ അവിടെ ഒരു സ്റ്റഡി ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് കുറച്ച് വൈബ്രൻസ് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ടോട്ടൽ എല്ലാ കളേഴ്സും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ലൂസ് ഫർണിച്ചറിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് ഫിക്സഡ് കളേഴ്സൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു വാൾപേപ്പർ മാത്രമാണ് നമ്മളിവിടെ കളർഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ ഈ ഫർണിച്ചറിലാണ് ഈ കളേഴ്സ് എല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഷിൻഡോ, അപ്പോൾ ഈ ബാൽക്കണീനെ കൺവേർട്ട് ചെയ്തിട്ടാണോ ബാർ കൗണ്ടർ ആക്കിയിരിക്കുന്നത്? ബാൽക്കണിയുടെ ഒരു സൈഡിൽ തന്നെ നമ്മൾ ഒരു സൈഡ് നമുക്ക് ഓപ്പൺ ആണ്, ഒരു സൈഡ് കുറച്ച് ഒരു നിഷ് പോലുള്ള സ്പേസ് ആണ്. ആ സ്പേസിനെയാണ് നമ്മളൊരു ബാർ കൗണ്ടറായിട്ട് കൺവേർട്ട് ചെയ്തേക്കുന്നത്. അവിടെ തന്നെ ഒരു സീറ്റിംഗ് സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവർ നമുക്ക് ഈ ഒരു ഡോർ തുറന്നിട്ട് കഴിഞ്ഞാൽ ടോട്ടൽ ഈ ഒരു ലിവിംഗ് റൂമിൻ്റെ എക്സ്റ്റൻഷൻ പോലെ തന്നെ ബാൽക്കണിയും എടുക്കും. ഈ സൈഡിലുള്ള ഹോം തിയേറ്റർ നമ്മൾ ആ ഒരു രീതി തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഗ്ലാസ് പാർട്ടീഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, പ്ലൈവുഡ് വിത്ത് ഗ്ലാസ് പാർട്ടീഷനാണ് അവിടെയും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഡോറും തുറന്നിട്ട് നമ്മൾ അതും ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ഫുൾ ഒറ്റ ഏരിയ പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഈ വീടിൻ്റെ ഒരു ഹോം തിയേറ്റർ ഏരിയയിലാണ്. ഇത് ടോട്ടലി ഒരു ഡെഡിക്കേറ്റഡ് ഹോം തിയേറ്റർ റൂം തന്നെയാണ്. ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റമാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. 3D പ്രൊജക്ടറും ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ടോട്ടലി നമ്മൾ അക്വാസ്റ്റിക്കലി ട്രീറ്റഡ് ആണ് ഇതിൻ്റെ വാൾസും ഫ്ലോറും സീലിങ്ങും എല്ലാം. വോള് നമ്മൾ പ്ലൈവുഡിൽ പാനൽ ചെയ്തിട്ട് അതിനകത്ത് റോക്ക് വൂൾ വെച്ച് ഫില്ല് ചെയ്ത് അതിൻ്റെ പുറത്ത് ആ സൈഡിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് കോക്ക് ബോർഡ് വെച്ചിട്ടാണ് പാനൽ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള ഏരിയ ഫാബ്രിക് പാനലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിൽ നമ്മൾ പ്ലൈവുഡ് വെച്ച് തന്നെ ഒരു ലെയർ ചെയ്തിട്ട് അതിൻ്റെ താഴെയും റോക്ക് വോൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് നമ്മൾ ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള കാർപ്പറ്റാണ്. ഈ സൈഡിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആ ഫാമിലി ലിവിങ് ആയിട്ട് ഒരു കണക്ഷനുള്ള ഏരിയ ആയതുകൊണ്ട് അതൊരു പ്ലൈവുഡ് വിത്ത് ഗ്ലാസ് ഫിനിഷിലുള്ള ഗ്ലാസും കൂടി ആയിട്ടുള്ളൊരു പാർട്ടീഷനാണ് അതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഈ തിയേറ്റർ ആയതുകൊണ്ട് ലൈറ്റ് കയറാതിരിക്കാൻ വേണ്ടി നമ്മളവിടെ റോളർ ബ്ലൈൻഡ്സും യൂസ് ചെയ്തിട്ടുണ്ട്. തിയേറ്ററായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് താത്തിയിടാം, അല്ലാത്ത സമയത്ത് തുറന്നിട്ടാൽ അത് ലിവിങ് റൂമിൻ്റെ ഒരു പോർഷൻ പോലെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. 2 ലെയറിലുള്ള സീറ്റിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു ഹയർ ലെവലിലേക്ക് വരുന്തോറും നമ്മൾ അതിൻ്റെ ഒരു LED സ്ട്രിപ്പും കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇതിന് ചെറിയ രീതിയിലുള്ള ഡയറക്റ്റ് ലൈറ്റ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഇൻഡയറക്റ്റ് ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ആ സൈഡിൽ നമ്മുടെ സ്ക്രീൻ വരുന്ന സൈഡിൽ നമ്മുടെ യൂണിറ്റ്സ് എല്ലാം വെക്കാനായിട്ടും പ്ലെയർ എല്ലാം വെക്കാനായിട്ടുള്ള ഒരു യൂണിറ്റ് ഉണ്ട്. ഒരു ചെറിയ സ്റ്റോറേജ് ഏരിയയും ഉണ്ട്. അത് പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷാണ്. അതിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക് ലെതർ ഫിനിഷ് പാനലിംഗ് ഉണ്ട്, സ്റ്റിച്ചഡ് ലെതറാണ്. അത് ഈ 2 സൈഡിലും നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. സീലിംഗ് നമ്മൾ ജിപ്സം ബോർഡ് തന്നെയാണ് സീലിംഗിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതിനുള്ളിൽ നമ്മൾ ഈ അക്കോസ്റ്റിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് റോക്ക് വോൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് നമ്മൾ പൊന്തിയിരിക്കുന്ന ഭാഗത്ത് നമ്മൾ ടെക്സ്ചർ ചെയ്തിട്ട് ബ്ലാക്ക് പെയിൻ്റാണ് ചെയ്തിട്ടുള്ളത്. താഴ്ന്നിരിക്കുന്ന സീലിംഗ് നമ്മൾ ചെരിഞ്ഞിട്ടുള്ള ഒരു പാറ്റേണിലാണ് സീലിംഗ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിനകത്ത് നിന്നൊരു ബ്ലൂ കളറ് ഇൻഡയറക്റ്റ് ലൈറ്റും ഉണ്ട്, ചെറിയ സ്പോട്ട് ലൈറ്റ്സും ഉണ്ട്. സ്ക്രീൻ അപ്പുറത്തെ സ്ക്രീൻ വരുന്ന ഭാഗത്ത് നമ്മൾ ഈ പറഞ്ഞ ഫാബ്രിക് പാനലിംഗ് തന്നെ അവിടേക്കും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂംസാണ് ഉള്ളത്. അതിനകത്ത് ഒരു ബെഡ്റൂമാണിത്. ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു ഗസ്റ്റ് റൂം എന്നുള്ള കൺസെപ്റ്റിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിനൊരു മൾട്ടിപർപ്പസ് റൂമായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു ഗസ്റ്റ് റൂമായിട്ട് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു പാരൻസ് റൂം, അല്ലെങ്കിൽ ഈ പ്രായമായവർ കിടക്കുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹോം നേഴ്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയും അസിസ്റ്റ് ചെയ്യാനുള്ള ആൾക്കാരാരെന്ന് വെച്ചാൽ അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പാകത്തിന്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ചിൽഡ്രൻസ് റൂം എന്നുള്ള കൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 3 കൺസെപ്റ്റിൽ നമുക്കിത് യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് കുറച്ച് വൈബ്രൻ്റ് ആയിട്ട് നമ്മൾ ഈ ടോട്ടൽ ഫ്ലാറ്റിനകത്ത് ആകെ ഈ ഒരു വോളിൽ മാത്രമേ കളർ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് കുറച്ച് വൈബ്രൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഇത്തിരി പ്ലസൻ്റ് ആയിട്ട് ചെറിയ റൂമാണ്, കമ്പാരിറ്റീവ്ലി ചെറിയ റൂമാണിത്. അപ്പോൾ അതിന് കുറച്ചും കൂടി ആംബിയൻസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈറ്റ് കളേഴ്സും ഇത്തിരി പ്ലസൻ്റ് ആയിട്ടുള്ള കളർ സ്കീം ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ലാമിനേറ്റ് ഫിനിഷിലുള്ള ഒരു പാനലിംഗ് ആണ്. ആ പാനലിംഗ് നമ്മൾ ത്രൂ ഔട്ട് ഇവിടേക്കും കൂടി കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സൈഡിലേക്ക് ബെഡ് ചേർത്ത് കിടക്കുമ്പോൾ ആ വോൾ എപ്പോഴും മുഷിയാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സൈഡിലേക്ക് ആ വോളും അറ്റാച്ച് ചെയ്തിട്ട് ആ കോട്ടും അറ്റാച്ച് ചെയ്തിട്ട് അതിനൊരു പാനലിംഗ് സൈഡ് പാനലിങ്ങിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ സൈഡ് എപ്പോഴും നീറ്റായിട്ട് കിടക്കുകയും ചെയ്തോളൂ. ഇതിന് രണ്ടിനും അടിയിൽ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇതിൻ്റെ കോട്ടിൻ്റെ ലിനനും കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് സ്റ്റോർ ചെയ്യുകയും ചെയ്യാം. ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നമ്മുടെ സെക്കൻഡ് ബെഡ്റൂമാണ്. നേരത്തെ നമ്മൾ ഗസ്റ്റ് റൂമിൻ്റെ കാര്യം പറഞ്ഞു. ഇത് സെക്കൻഡ് ബെഡ്റൂമാണ്. ഇതാണ് ഇവിടുത്തെ മദേഴ്സ് റൂം. ഇത് കമ്പാരിറ്റീവ്ലി ആ ബെഡ്റൂമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി വലിപ്പമുള്ള റൂമാണ്. ഇതിലൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് മദേഴ്സ് റൂം ടിപ്പിക്കലി മദേഴ്സ് റൂമിൽ കൊടുക്കാറുള്ള ഒരു കളർ സ്കീം അല്ല നമ്മളതിനകത്ത് ചെയ്തിട്ടുള്ളത്. കുറച്ച് കളർഫുൾ ആവണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഒരു ഫിക്സഡ് കളേഴ്സ് ഒന്നും വേണ്ട, ഭയങ്കര സ്റ്റഫ് ചെയ്തിട്ടുള്ള ആ ഒരു ഫീലും വേണ്ട എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു റസ്റ്റിക് സീരീസിൽ തന്നെയുള്ള ലാമിനേറ്റ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ആ ലാമിനേറ്റ് വെച്ചിട്ടാണ് ടോട്ടൽ പാനലിംഗ് വന്നിട്ടുള്ളത്. ഇതൊരു കോട്ടിൻ്റെ അടിയിൽ സ്റ്റോറേജും ഉണ്ട്. നമ്മുടെ ഒരു സൈഡിൽ സൈഡ് ടേബിളും ഒരു സൈഡിൽ ഒരു റൈറ്റിംഗ് ടേബിൾ പോലെയുള്ള ഇതുമാക്കിയിട്ട് ഈ ഒരു സൈഡ് ഫുള്ള് യൂസ് ചെയ്തിട്ടാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന നമുക്കൊരു വാക്കിൻ വാർഡ്രോബ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്. അപ്പോൾ വാർഡ്രോബ്സും കാര്യങ്ങളൊക്കെ ആ ഭാഗത്തേക്കായിട്ട് പോയിട്ടുള്ളത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നമുക്ക് TV യൂണിറ്റും ഉണ്ട്. ഈ വോളിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഹൊറിസോണ്ടലായിട്ട് നമ്മൾ സോളിഡ് വുഡ് ബാൻഡായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോളിഡ് വുഡ് റീപ്പേഴ്സ് തന്നെ പല അളവിലാണ് അത് യൂസ് ചെയ്തേക്കുന്നത്. അതിൽ വോളിൽ നമ്മൾ സിമെൻറ്റ് ഫിനിഷ് ടെക്സ്ചറാണ്, ഈ ബ്രിക്ക് ഫിനിഷ് ടെക്സ്ചറാണ് ഈ വോളിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അത് വൈറ്റ് കളർ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ആ സൈഡിൽ നമുക്കൊരു ബാൽക്കണി ഉണ്ട്. ആ ബാൽക്കണിയിലേക്ക് ഉള്ള എൻട്രിയുടെ അവിടെ നമ്മളൊരു ചുറ്റും ഒരു ആർക്കിടെക്ട് കൊടുത്തിട്ടുണ്ട്. റോമൻ ബ്ലൈൻസ് ആണ് നമ്മൾ ബാൽക്കണിക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂമാണിത്. ഫസ്റ്റ് ഫ്ലോറിലാണ്. മാസ്റ്റർ ബെഡ്റൂം തന്നെയാണിത്. നമ്മുടെ താഴത്തെ കണ്ട മദേഴ്സ് റൂമിന് നേരെ മുകളിലുള്ളതാണ്. സെയിം വലിപ്പം തന്നെയാണ്. ഇത് അതിലെ തന്നെ നമുക്ക് സൈഡിലൊരു ബാൽക്കണി ഉണ്ട്. ഇപ്പുറത്തൊരു ടോയ്ലറ്റ് ഉണ്ട്. ഓപ്പോസിറ്റ് സൈഡിലൊരു ടോയ്ലറ്റ് ഉണ്ട്. അതുപോലെ നമുക്കൊരു വാക്കിൻ വാർഡ്രോബ് സ്പേസ് അവിടെയുണ്ട്. അതൊരു വലിയ ഏരിയയാണ്. ഈ വോളിൽ ചെയ്തിട്ടുള്ളത് പ്ലൈവുഡിൻ്റെ ഫ്രെയിം വർക്ക് ചെയ്തിട്ട് അതിൽ വെനീർ ഫിനിഷ് കൊടുത്ത് ഒരു റീപ്പേഴ്സ് പോലുള്ളൊരു ഡീറ്റെയിൽ ചെയ്തിട്ട് അതിനകത്ത് പല കളറിലുള്ള ഗ്ലാസ് പെയിൻറ്റ് ചെയ്തിട്ട് ബാക്ക് പെയിൻറ്റഡ് ഗ്ലാസ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിനെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് നമ്മളൊരു ഗ്രേ കളർ വാൾപേപ്പറും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് ഓവറോൾ ഫോൾ സീലിംഗ് ഉണ്ട്. അതിനകത്ത് ഡൗൺ ലൈറ്റും ഉണ്ട്. ഒരു വാം LED ഇൻഡയറക്റ്റ് ലൈറ്റ്സും ഉണ്ട്. നമ്മൾ ബാൽക്കണിക്ക് യൂസ് ചെയ്തിട്ടുള്ളത് റോമൻ ബ്ലൈൻഡ്സ് തന്നെയാണ്. ഈ വീടിൻ്റെ ഫോർത്ത് ബെഡ്റൂമാണിത്. ഫസ്റ്റ് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂം. ഇത് ഗസ്റ്റ് റൂമാണ്. ഇത് നമ്മൾ താഴത്തുള്ള ആ സെയിം കളർ സ്കീം തന്നെയാണ് അതിൻ്റെ ഫ്ലോറിലും വോളിലൊക്കെ വന്നിട്ടുള്ളത്. പ്ലൈവുഡ് വിത്ത് വിനീർ ഫിനിഷാണ് ഇതിൻ്റെ കോട്ട്. താഴത്തെ ബാക്കിയുള്ള എല്ലാ കോട്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് കോട്ടിനകത്ത് നമുക്ക് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഈ വോള് നമ്മൾ പ്ലൈവുഡ് വെച്ച് പാനൽ ചെയ്തിട്ട് ഇതിൽ നാച്ചുറൽ ലെതർ ആണ് ഇതിനകത്ത് പാനൽ ചെയ്തിട്ടുള്ളത്. സ്റ്റിച്ചഡ് ലെതറാണത്. അതിൻ്റെ സെൻറ്ററിൽ ഒരു LED പ്രൊഫൈൽ ലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് സൈഡിലായിട്ട് വാൾപേപ്പേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഈ രണ്ട് സൈഡിലും ഒരു ആൻറ്റിക് ഫിനിഷ് ഹാങ്ങിങ് ലൈറ്റ്സ് ഉണ്ട്. സൈഡിൽ നമുക്ക് പ്ലൈവുഡ് വിത്ത് വിനീർ ഫിനിഷ് ആയിട്ടുള്ള രണ്ട് സൈഡ് ടേബിൾസും ഉണ്ട്. ഈ ഒരു സൈഡ് ഫുള്ള് നമുക്ക് വാർഡ്രോബും ഡ്രസ്സിങ് കൂടിയായിട്ടുള്ള ഏരിയയാണ്. മറ്റേ റൂമിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു വാക്കിൻ വാർഡ്രോബ് സ്പേസ് ഇല്ല. എന്നാലൊരു റിസസ് ഉള്ളതുകൊണ്ട് അവിടെ നമ്മളൊരു 3 ഷട്ടർ വാർഡ്രോബും ഉണ്ട്.
വൈറ്റ് കളർ സ്കീമിലാണ് ഇവിടുത്തെ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വൈറ്റ് കളറിന് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ബ്രൗൺ കളർ ഷെയ്ഡും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ബ്രൗൺ കളർ ഷെയ്ഡ് ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടുത്തെ ക്യാബിനറ്റ്സിനൊക്കെ ഒരു പ്രൊജക്ഷൻ ഫീൽ ചെയ്യുന്നതാണ്. പിന്നെ ഒരു ടോട്ടലൊരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ മുഴുവൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കിച്ചണിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു പാർട്ടീഷൻ വോള് ഇത് അത്യാവശ്യം ഹൈറ്റിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് അതുകൊണ്ട് തന്നെ ഒരു സെർവിങ് കൗണ്ടറായിട്ടും ഇതിന് യൂസ് ചെയ്യാം. അപ്പോൾ ഡൈനിങ് ഹാളിലേക്കും ഒരു ഈസി ആക്സസ് ആയിട്ട് നമുക്കിത് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു അധ്യായം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പുത്തൻ കാഴ്ചകളും പുത്തൻ അറിവുകളുമായി മൈ ഹോം വീണ്ടും അടുത്ത ആഴ്ച.